നമസ്കാരം. പൈതൃകങ്ങളുടെ ഈറ്റില്ലമായ തൃശൂർ നഗരിയുടെ നാട്ടിടവഴികളിൽ ഉറങ്ങിക്കിടക്കുന്ന നിരവധി സംസ്കാരങ്ങളുണ്ട്. കാലാതീതമായ അവയുടെ കാവൽക്കാരായി കുറേ മനുഷ്യരും. ജീവിതത്തിൽ തിരസ്കാരത്തിന്റെ കയ്പുനീർ കുടിച്ച അവരുടെ വിജയഗാഥകൾ നമ്മോട് വിളിച്ചു പറയുന്നത് അടങ്ങാത്ത ജീവിതത്തിന്റെ അഭിനിവേശം കൂടിയാണ്. പരമ്പരാഗത ആയോധന മുറകളെ കാളിക കളരി സംഘത്തിലൂടെ വരും തലമുറയ്ക്കായി കൈമാറുന്ന വിനോദ് പ്രഭാകരനെയാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. സദാ പുഞ്ചിരി വിരിയുന്ന ചെറുപ്പക്കാരൻ, സൗമ്യമായ പെരുമാറ്റം, നിശ്ചയദാർഢ്യം തുളുമ്പുന്ന വാക്കുകൾ, ഉറച്ച നിലപാടുകൾ. നമസ്കാരം. നമസ്കാരം. ഈ കാളിക കളരി സംഘത്തിലേക്ക് വരുമ്പോൾ വിനോദ് പ്രഭാകരൻ എന്ന ചെറുപ്പക്കാരൻ നാളിതുവരെയായി കടന്നു വന്ന വഴികൾ, അതിനു വേണ്ടി എടുത്ത കടുത്ത നിലപാടുകൾ, തൻ്റെ പ്രയാണത്തിൽ തൻ്റെ കൂടെ വന്ന ഒത്തിരി പേരുണ്ടാവും. അവരെ കുറിച്ചാണ് എനിക്കിന്ന് അറിയേണ്ടത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ എങ്ങനെയായിരുന്നു ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിയോ സംഭവമോ ഒക്കെ ആയിരിക്കുമല്ലോ. ആരെയാണ് ഈ നിമിഷം ഓർക്കുന്നത്? ആദ്യം ഓർക്കുന്നത് അച്ഛൻ തന്നെയാണ്. അതായത് വളരെ ചെറുപ്പത്തിൽ ആരോഗ്യം ഉണ്ടാവണം. ജയൻ അങ്ങനെയുള്ള ആക്ടേഴ്സിനൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ജയനെ ഇഷ്ടപ്പെടാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. സിനിമാ നടൻ ജയനെ ഇഷ്ടപ്പെടാനായിട്ട് ഭയങ്കര കാരണങ്ങളുണ്ട്. അതായത് ആളുടെ ഹെൽത്ത്, ആരോഗ്യം സംരക്ഷിക്കുന്ന രീതി, ധൈര്യം, ഗ്രൂപ്പുകളില്ലാതെ ചെയ്യാൻ തയ്യാറാവുക. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ വലുതാവുന്നത്, അല്ലെങ്കിൽ വളർന്നു വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് പ്രത്യേകമായിട്ട് നമ്മൾ തന്നെ സ്പെഷ്യലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം, നല്ല പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം. ഇതായിരുന്നു ആദ്യത്തെ. അപ്പോൾ ആ സമയങ്ങളിൽ അച്ഛൻ നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് എക്സസൈസൊക്കെ ചെയ്യിപ്പിച്ചതാണ്. പലതരം വ്യായാമങ്ങൾ, വഴക്കമുള്ള വ്യായാമങ്ങളുണ്ട്, ആരോഗ്യം ഉണ്ടാവാനുള്ളതുണ്ട്, ശരീരത്തിനൊക്കെ ദൃഢത കിട്ടാനുള്ളതുണ്ട്. അപ്പോൾ തുടക്കം അങ്ങനെ അച്ഛനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് മലക്കം മറിയുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമായിരുന്നു. അന്നത്തെ കാലത്ത് വേറെ വിഷ്വൽ മീഡിയാസ് ഒന്നുമില്ല, യൂട്യൂബോ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് സൗകര്യമായിട്ടുള്ള രീതിയിൽ ബേസിക്സ് അങ്ങനെയാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. വ്യായാമം പ്ലസ് അതുപോലെ തന്നെ വഴക്കങ്ങൾ, പിന്നെ ചെറിയ ചുവടുകൾ, അതുപോലെ ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ തുടക്കം അച്ഛൻ്റെ അടുത്തുനിന്നായിരുന്നു. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിലും പഠിച്ചു വരും. പക്ഷേ ഞങ്ങൾക്ക് ഇതിനോട് വളരെ ത്രില്ല് കൂടാൻ തുടങ്ങി. ഒരുപാട് സിനിമകൾ കാണാൻ തുടങ്ങി. സർക്കസ് ഒക്കെ പോയിട്ട് കാണും. അപ്പോൾ അതൊക്കെ കാണുമ്പോഴും ഈ മാർഷൽ ആർട്സ് സിനിമകളൊക്കെ അപൂർവമായിട്ട് കിട്ടുള്ളൂ. സിനിമയിലെ സാധാരണ നമ്മുടെ മലയാളം ഫിലിമൊക്കെയാണ് കാണാൻ പറ്റിയിരുന്നത്. ആ സമയത്ത് അതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റണ്ടുകളൊക്കെ ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാക്കി. പ്രത്യേകിച്ചും ജയൻ്റെ സിനിമകൾ അല്ലെങ്കിൽ ഇടിയുള്ള സിനിമകൾ കാണാൻ അതിനായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ TV ഇല്ല. അപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് ഒരു സ്ഥലത്തുള്ള നമ്മുടെ രവിയേട്ടൻ്റെ അവിടെ ആണ് TV ഉള്ളത്. അപ്പോൾ അവിടെ പോകണു. അവിടെ പോയിട്ടൊക്കെയാണ് കാണുന്നത്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ കാണാൻ കിട്ടും. ഭാഗ്യവശാൽ ചില ദിവസം ഇടിയുള്ള പടം കിട്ടും. അപ്പോൾ അത് കൂടും തോറും ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കയറി വന്നു. നിത്യേന അങ്ങനെ പ്രാക്ടീസ് നന്നായി ചെയ്തായിരുന്നു. ഞാനും ചെയ്യും, അനിയനും ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു വഴിത്തിരിവ് പോലെ അജിമാഷ്, നമ്മുടെ പുതിർത്തിയുള്ള ആളെന്നെയാണ് അജിമാഷ്, ഒരു ദിവസം പറയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഇത് കളരി മാത്രമല്ല കരാത്തയും കുംഫു ഒക്കെ നിങ്ങൾ പഠിക്കണം, അപ്പം അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ മാഷ് അജിമാഷ് തന്നെയാണെന്ന് അറിഞ്ഞത്. ആൾക്ക് ഇതൊക്കെ അറിയും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നുള്ളൂ. വളരെ സീക്രട്ടായിട്ട് കൊണ്ടു കിടക്കുകയായിരുന്നു. അങ്ങനെ അജിമാഷിലെത്തി. അവിടെ എത്തിയതിന് ശേഷം ഈ കളരിയുടെ ശൈലി മാറി കരാത്തയുടെ മൂവ്മെൻറ്റും കുംഫുവിൻ്റെ മൂവ്മെൻറ്റൊക്കെ കയറാൻ തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ത്രില്ലായി. അതിനനുസരിച്ച് പഠിച്ച് കയറി വരുന്നതിനനുസരിച്ച് അജിമാഷ് കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പട്ടാമ്പിയിൽ ഞങ്ങൾക്ക് ഒരു ഗുരുക്കൾ സാറുണ്ടായിരുന്നു, ജമാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവിടെ കൊണ്ടുവന്നാക്കുകയാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്നാക്കിയപ്പോൾ പിന്നെ ആളുടെ കീഴിലായി ശിക്ഷണങ്ങൾ. ആളുടെ എല്ലാ മാർഷൽ ആർട്സും മിക്സ് ചെയ്തിട്ടൊക്കെയാണ് പഠിച്ചായിരുന്നത്. അവിടെ കുറേ കാലം നിന്ന് പരിശീലിച്ച് അവിടുന്ന് പിന്നീട് പല സ്ഥലങ്ങളിലേക്കും പോകാനും പരിശീലിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക്, മാർഷൽ ആർട്സിൻ്റെ ഫീൽഡിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, നമുക്ക് അച്ഛനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അച്ഛൻ്റെ കുടുംബത്തിലോ അമ്മയുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഇങ്ങനെ കളരിയുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ? കളരി പാരമ്പര്യമുള്ള കുടുംബം തന്നെ ആയിരുന്നു? അതായത് അച്ഛൻ അങ്ങനെ കൃത്യമായിട്ട് കളരി പഠിപ്പിക്കാനോ ആൾക്കാരെ വെച്ച് പഠിപ്പിക്കാനോ അങ്ങനത്തെ രീതിയല്ല. ആള് കുറച്ചൊരു ഉഴപ്പ് പോലെയായിരുന്നു. പക്ഷെ കളരികൾ, അതായത് ഒരു ശൈലി മാത്രമല്ലാതെ തന്നെ മൂപ്പരുടേതായിട്ടുള്ള കുറേ ശൈലികൾ മൂപ്പര് വികസിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ പഠിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ എന്നാലും ആൾക്ക് നല്ല സമയം തോന്നുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് പരിശീലിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തു നിന്നും നാട്ടിലും എല്ലാവരും പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അന്നൊക്കെ അതിനെ എങ്ങനെയാണ് തരണം ചെയ്തിരുന്നത്? പറഞ്ഞത് കറക്റ്റാണ്. കാരണം അത്രയും വർഷം മുമ്പ് ആ ഒരു കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉഴിച്ചിലായാലും ആയുർവേദമാണെങ്കിലൊക്കെ ആരുടെയും കണ്ണിൽ ഒട്ടും വിലയില്ലാത്ത ഒരു സംഭവമായിരുന്നു. ഇപ്പം അടുത്ത കാലത്താണ് ആയുർവേദത്തിനൊക്കെ അത്രയും പ്രാധാന്യം കിട്ടിയ, അല്ലെങ്കിൽ ഉഴിച്ചിലിനൊക്കെ. അപ്പോൾ അത് പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ പറഞ്ഞായിരുന്നു, വീട്ടിൽ നിന്നല്ല പക്ഷെ പുറമേ നിന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞായിരുന്നു ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല, ആരുടെയും കയ്യും കാലോ പിടിച്ചിട്ടോ എന്തെങ്കിലും ഒരു ഉഴിച്ചിലോ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്നും ആവാൻ പറ്റില്ല, നിങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലകൾ നോക്കുക, വേറെ തൊഴിൽ പഠിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ഇതിൽ വളരെ നല്ല താല്പര്യമായിരുന്നു. സ്വയം നമ്മുടെ ദേഹത്ത് തന്നെ മരുന്നുകൾ ചെയ്യുമ്പോൾ ഇപ്പം എന്തെങ്കിലും ഒരു ഉളുക്ക് പറ്റി ഞങ്ങൾ സ്വയം ഇടും. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിക്കവറി പിന്നെ സുഹൃത്തുക്കൾക്കൊക്കെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെയാണ് ചികിത്സകളോട് ഇത്രയധികം ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ ആ ഇഷ്ടം കയറി കയറി വരുന്നതിനനുസരിച്ച് ഇവിടെ വീട്ടിൽ ഏറ്റവും ഗുണം ഉണ്ടായത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഫുൾ ഫ്രീഡം തന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ആ ഒരു പിന്നിന്ന് കിട്ടിയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തിട്ട് പൊന്തി വന്നത്. അപ്പോൾ ഇന്ന് അന്നെടുത്ത തീരുമാനം ഒരിക്കലും തെറ്റല്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വാസമായി. നമ്മൾ മുഖേന ഒരുപാട് ആൾക്കാരുടെ പലതരം അസുഖങ്ങളും പ്രശ്നങ്ങളും ഹീൽ ചെയ്യാൻ പറ്റി തുടങ്ങി. ശാരീരികം മാത്രമല്ല മെൻ്റലി വരെ അസുഖങ്ങൾ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആര് ചോദിച്ചു കഴിഞ്ഞാലും ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരു മുഖം ചുളിക്കുന്ന ഒരു പോലെയായിരുന്നു. പക്ഷെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ ഇങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന പോലെ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. അപ്പൊ അച്ഛനെ കുറിച്ച് പറഞ്ഞു, ഇനിയിപ്പോ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ എന്തൊക്കെയാണ്? അമ്മ അന്ന് എങ്ങനെയായിരുന്നു ഈ മക്കളെ എങ്ങനെ ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിപാലിച്ചത്? അമ്മ ഒരുപാട് ബന്ധുക്കളുടെ ഒക്കെ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. ആ കാലഘട്ടത്തേക്ക് ഓർക്കുന്നുണ്ടോ? ആ ഉണ്ട്. ആദ്യം തന്നെ അമ്മയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആണ്. ഒരാളോട് തർക്കിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നുമില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും ക്ഷമയുടെ ഏറ്റവും ഹയസ്റ്റ് ഒരു ഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ അത് അമ്മയിൽ നിന്നാണെന്ന് പറയാം. ആരെന്തൊക്കെ പറഞ്ഞാലും മുഖത്ത് നോക്കി നീ എന്ത് ചീത്ത പറഞ്ഞാലും ആള് സൈലന്റ് ആണ്. എന്നാൽ ഒരുപാട് കഴിവുകളുണ്ട്. അപ്പം നമ്മുടെ കഴിവുകൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അത്രയും ഇതുള്ളതുകൊണ്ടാണ് എന്ത് കാര്യത്തിലും വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും എന്തും ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പവറാണ്. ഇപ്പം ഞങ്ങളിത് പോയി ഓരോ പ്രോഗ്രാമിനൊക്കെ പോയിട്ട് അപകടം പറ്റി അങ്ങനെ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് പാനിക് ആവലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗം നിങ്ങൾ കുറച്ചുകൂടി നന്നായി പരിശീലിക്കുക, അല്ലെങ്കിൽ ഇനി അടുത്ത തവണ അത് പറ്റാതിരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിലാണ്. സാധാരണ അമ്മമാര് പോകണ പോലെ അങ്ങനെയല്ലായിരുന്നു. അത് ഞങ്ങൾക്കൊരു വലിയൊരു ഭാഗമായി. പിന്നെ ഞങ്ങളെ വളർത്തുന്ന രീതി നിസ്സാര കാര്യമാണെങ്കിൽ പോലും ആള് തലണ്ടോടത്ത് നന്നായി തല്ലി ചിലപ്പോൾ ഓടിച്ചിട്ട് തല്ലും. എന്നിട്ട് അങ്ങനെ ആക്കി എങ്ങനെ ഓരോരുത്തരോട് പെരുമാറണം, എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ള രീതിയൊക്കെ ചെറുപ്പം തൊട്ടേ നല്ല ശിക്ഷയൊക്കെ തന്നിട്ട് തന്നെയാണ് വളർത്തി കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു വന്നു. ഇപ്പോഴത്തെ പാരന്റിങ്ങിലാണെങ്കിലും അതെ, ശിക്ഷ കൊടുക്കേണ്ടടുത്ത് അറിഞ്ഞ് എന്തിനാണെന്ന് മനസ്സിലാക്കി ശിക്ഷ കൊടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ പേരൻസിന് വെറുക്കില്ല. ആവശ്യത്തിന് സ്നേഹവും തരുന്നുണ്ട്, എല്ലാം മിക്സഡ് ആണ്. അമ്മയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അമ്മയുടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് എന്ന ആള് വളരെ സൈലന്റും ആണ്. ഇതിന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടാണ് ലൈഫിൽ വളരെയധികം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അമ്മയുടെ ആ സൗമ്യത തന്നെയാണ് മകനും കിട്ടിയേക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നമ്മള് പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടി വളർന്ന ഒരു കുടുംബത്തിലായതുകൊണ്ടാവാം സ്വന്തം മക്കളെയും ആ രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പൊ പാരന്റിങ്ങിനെ കുറിച്ച് നിരവധി ചർച്ചകൾ നടക്കുന്ന ഈ കാലഘട്ടത്തില് വിനോദിന്റെ ഒരു പാരന്റിങ് രീതി, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പൊ മക്കള് രാവിലെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഒന്ന് ഹഗ് ചെയ്ത് പോകുന്നത് പല സ്ഥലത്ത് നമ്മൾ കാണാത്തതാണ്. ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. മക്കളോടുള്ള സമീപനം എങ്ങനെയാണ്? കുട്ടികളുടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പാരൻസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗുണങ്ങളിൽ നിന്ന് ഏറ്റവും പ്രധാനം മനസ്സിലായത് ഫ്രീഡും എന്നാൽ കൺട്രോളിങ്ങും ഉണ്ട്. ഫുൾ ഫ്രീഡത്തിൽ അങ്ങനെ നമ്മൾ അലോ ചെയ്യില്ല. കാരണം നമ്മുടെ ചെറിയ പ്രായങ്ങൾ നമുക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല. നമ്മൾ കണ്ണിൽ കാണുന്നത് നമ്മുടെ ബ്രെയിൻ വികസിച്ചിട്ടില്ല. ആ സമയങ്ങളിലൊക്കെ പാരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് വേണം എന്ന് പറയാനുള്ള ഒരു സംഭവം അവർക്ക് വിട്ടുകൊടുക്കണം എന്നാണ്, അല്ലെങ്കിൽ പാരൻസിൻ്റെ ഡ്യൂട്ടിയാണത്. ഓരോ ഏജ് എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ വ്യതിയാനം വരുന്നതിനനുസരിച്ച് പുതിയ അറിവുകൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ അറിവിനെ കുറിച്ച് പാരൻസിനും കൂടി അറിവുണ്ടായിട്ട് അവരുടെ വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ അതിൻ്റെ ഡ്രോബാക്കും പറഞ്ഞു കൊടുക്കുക.
രണ്ടും വേണം. പെട്ടെന്നൊരു കാര്യം നമ്മുടെ കുട്ടി വന്നിട്ട് പറയാണ് ഞാൻ ഇത് ചെയ്താലോ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അത് വേണ്ടാന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയരുത്. അത് അവരുടെ പെട്ടെന്ന് അതുവരെയുള്ള എല്ലാ ത്രില്ലും ഇൻട്രസ്റ്റും പോകും. അപ്പോൾ ഓട്ടോമാറ്റിക് അവരുടെ മൈൻഡിൽ എല്ലാം ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അച്ഛനമ്മ എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ അത് കേട്ട വശം തന്നെ നമ്മൾ അതൊരു എക്സൈറ്റ്മെന്റോട് കൂടി കേട്ട് അതിനെക്കുറിച്ച് അത് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നാക്കാൻ പറ്റും. അങ്ങനെ അവരെ അതിലേക്ക് നന്നായി ഇൻവോൾവ് ആക്കും. അപ്പോൾ അവർ അതിനെക്കുറിച്ച് അച്ഛനമ്മയൊക്കെ നല്ല സപ്പോർട്ടാണ്, അപ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നി അവർ ഇൻവോൾവ് ആവാൻ തുടങ്ങും. അപ്പോൾ ഏത് വിഷയത്തിൽ ഇൻവോൾവ് ആകുമ്പോഴും അതിൻ്റെ ഡ്രോബാക്കും മനസ്സിലാവും, അതിൻ്റെ നല്ലതും മനസ്സിലാവും. ഇങ്ങനെ എത്തി വരുമ്പോൾ ഡ്രോബാക്കിൻ്റെ പൊസിഷനിൽ എത്തുമ്പോൾ അതും ഹീൽ ചെയ്യാനുള്ള സൊല്യൂഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് എന്നിട്ട് അവർക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ അവർ തന്നെ സ്വയം തീരുമാനിച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു രീതി കുട്ടികൾക്ക് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ പറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം ചില ഭക്ഷണങ്ങളോ ചില കാര്യങ്ങളാകുമ്പോൾ ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കും, ചിലപ്പോൾ നമ്മൾ അത് അവർക്ക് സ്ഥിരം കഴിച്ച വയറിന് ദോഷമായിരിക്കും, അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ വരാം. അപ്പം ഞങ്ങൾ അതിന് കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല വിശപ്പുള്ള സമയത്ത് ഞങ്ങൾ പറയുന്ന ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല വിശപ്പ് നിൽക്കുന്ന സമയത്ത് എന്താണോ കൊടുക്കണേ അത് ശരീരം പെട്ടെന്ന് എടുക്കുകയും ചെയ്യും, അതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത് കൊടുക്കുന്ന ഭക്ഷണം ഇവർക്ക് വയറ് നിറഞ്ഞ കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കുറേ കഴിക്കാനും പറ്റില്ല, എന്നാൽ അവർ സാറ്റിസ്ഫൈഡ് ആവുകയും ചെയ്യും. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് അവർക്കായിട്ട് ഒരുപാട് സമ്പാദിച്ചു വെക്കാതെയോ കുറേ കാര്യങ്ങളോ ചെയ്യാതെ അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ എന്തൊക്കെ കഴിവുകളുണ്ടോ എല്ലാറ്റിലും പോയിട്ട് ചിലപ്പോൾ ടച്ച് ചെയ്യുന്നുണ്ടാവുള്ളൂ. എന്നാലും അതിനു വേണ്ടി പൈസ ചിലവാക്കുക. പഠിപ്പിന് വേണ്ടിയിട്ടാവാം, കലാപരമായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാവാം. ഇപ്പം ചിലപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് കുറേ അകലെയായിരിക്കും, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാവാം. അങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാറ്റിസ്ഫാക്ഷൻ അവരുടെ ഉള്ളിൽ കിടക്കും. കുറേ ഓർമ്മകൾ അവരുടെ മനസ്സിൽ പിന്നീട് ഉണ്ടാവും. മാത്രമല്ല അവർ ആ പഠിച്ച വിദ്യകൾ വേറെ ആൾക്ക് മോഷ്ടിക്കാനും പറ്റില്ല. അതേസമയം പണമാണ് ഉണ്ടാക്കി കൊടുത്തതെന്നുണ്ടെങ്കിൽ നാളത്തെ ഒരു സുപ്രഭാതത്തിൽ അത് വരാം. അങ്ങനെ അപ്പൊ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ സമ്പാദിച്ച് അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക. അതെ, എന്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് അതിന്റെ ശരിയും. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നശ്വരമായത് കൊടുക്കുന്നതിനേക്കാൾ അനശ്വരമായത് കൊടുക്കുക എന്നുള്ളതാണ്. അത് അവരുടെ ഇഷ്ടപ്പെടലുകളിലൂടെ നമ്മൾ കണ്ടെത്തി കൊടുക്കുമ്പോഴാണ് അതിലൊരു വിജയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരിക്കലും അവരപ്പൊ നമ്മളെ പേടിച്ചിട്ട് ചെയ്തെന്നിരിക്കാം, പക്ഷെ ഭാവിയിൽ അത് അവരെ ഓർക്കുമ്പോൾ അതൊരു ട്രോമയായിട്ട് മാറും. എന്റെ അച്ഛൻ എന്നാലും അങ്ങനെ ചെയ്തില്ല, അങ്ങനെ കുറെ പേര് നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. അപ്പൊ തീർച്ചയായും അത് നല്ലൊരു പാരന്റിങ്ങിന്റെ അറിവോടുകൂടി പങ്കുവച്ചതിന് നന്ദി. അതോടൊപ്പം തന്നെ ഈ മക്കളെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ ചെറുപ്പത്തിലേക്ക് തന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ കൊണ്ടുവരുന്ന സമയത്തും ഇതുപോലെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നോ എന്തെങ്കിലും തീരെ ചെറിയ കുട്ടികളെ ഇത്രയും മെയ് വഴക്കൊക്കെ വേണ്ട ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പല വിമർശനങ്ങളും ഉണ്ടായേക്കാം. അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ഇഷ്ടപ്പെട്ടു വന്നതാണോ, അതെ അവരെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണോ അറിഞ്ഞാൽ കൊള്ളാം. കുട്ടികൾ ഇഷ്ടപ്പെട്ടു വന്നതാണ്. അതായത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ ഭയപ്പെടുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും സെന്റിമെന്റൽ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അതൊന്നും വേണ്ടാതെ അവർ കളിക്കുന്ന രീതി, അവരിവിടെ വരുമ്പോൾ കാണുന്നത് മുറ്റത്ത് ആൾക്കാരുണ്ടാവും, കളരിയിലെ ആൾക്കാരുണ്ടാവണം, ഒരുപാട് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ് അവർ കാണുക. അപ്പോൾ അവരുടെ വിചാരം ഇതാണ് കളിക്കുന്ന രീതി എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഓട്ടോമാറ്റിക് കളരി നടക്കുന്ന സമയത്ത് കളരിയിൽ വരും. അപ്പൊ കളരിയിൽ അങ്ങനെ സ്ഥിരം ചെറിയ കുട്ടിയായിരിക്കും 3-3.5 വയസ്സൊക്കെ ഉള്ള ആ സമയത്ത് തന്നെ കളരിയിൽ വരലും ഇറങ്ങലും ഇത് കാണലും അതിൻ്റെ ഇടയിൽ കൂടെ ഓടലും അത് ചെയ്യാൻ ട്രൈ ചെയ്യലൊക്കെ അങ്ങനെ ശ്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടി മാത്രം അങ്ങനെ ഇറക്കുമ്പോൾ കളരിയുടെ എന്താ പറയുക അതിൻ്റെതായിട്ടുള്ള ആധികാരികമായിട്ട് തന്നെ ശരിക്കും ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് അവരെ ദക്ഷിണ കൊടുത്ത് കറക്റ്റായിട്ട് കളരിയിൽ ഇറക്കി. എന്നിട്ട് ആണെങ്കിൽ തന്നെ അവരെ കൃത്യമായിട്ടൊന്നും പഠിപ്പിക്കാൻ നിന്നിട്ടില്ല. ഒരു 2-3 വർഷം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണതിനെ ഡെവലപ്പ് ചെയ്യാൻ മാത്രം. ഇപ്പൊ കാല് കുറേശ്ശെ ഇങ്ങനെ ഉയർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഉയർത്തുന്ന രീതി ഒന്ന് ശരിയാക്കി കൊടുക്കും, അത്രമാത്രം. എന്നിട്ട് 6 വയസ്സും 5 വയസ്സും 6 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവരെ കയ്യിൻ്റെ ലിഗമെന്റ് ഉറയ്ക്കാനും അല്ലെങ്കിൽ ശരീരത്തിന് അതിന് അനുകൂലമായിട്ടുള്ള എക്സസൈസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയത്. പിന്നെ എല്ലാ കുട്ടികൾക്കും എന്താ പ്രശ്നം വെച്ചാൽ കളരിപ്പയറ്റോ അതിൻ്റെ പ്രദർശനങ്ങൾ മാത്രമേ അവർ കാണുള്ളൂ. അപ്പോൾ ആ കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നിയിട്ടായിരിക്കും കളരിയിൽ വന്ന് ചേരുക. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട്, അത് അവർക്ക് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കും, പിന്നെ കുറച്ച് ഗെയിം പോലെ കാര്യങ്ങൾ കൊടുക്കും, കുറച്ച് അവർക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. അപ്പോൾ ആ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഇന്നത്തെ കുട്ടികളുടെ ചിന്താഗതിക്ക് അനുസരിച്ച് കളരിയുടെ ശാസ്ത്രീയത നഷ്ടപ്പെടാത്ത രീതിയിൽ കൊടുക്കാൻ തുടങ്ങി. ഇത് തന്നെയാണ് മക്കൾക്കും കൊടുത്തുകൊണ്ടിരുന്നത്.